സുമിറ, മാസം കണ്ടുട്ടോ. നാളെ പെരുന്നാളാണ്. അബി, അപ്പോ നമുക്ക് നാളെ പെരുന്നാൾ നമസ്കാരത്തിന് പോകണ്ടേ? ആ, പോണം. സാധാ നിസ്കാരം പോലെ തന്നെയാണോ ഉപ്പ പെരുന്നാൾ നമസ്കാരവും? ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഐഷു. പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ആണ്. നിസ്കാരത്തിന് മുമ്പ് പെരുന്നാൾ നിസ്കാരമാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നതെന്ന് നിയ്യത്ത് വെക്കണം. എന്നിട്ട് 1ാമത്തെ റക്അത്തിനായി കൈ കെട്ടും. അതിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് വിളിക്കും. ശേഷം വജ്ജഹ്തു ചൊല്ലാം. അതിനുശേഷം 7 തക്ബീർ അല്ലേ അബി ചൊല്ലേണ്ടത്? അതെ, ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. പിന്നെ ഫാത്തിഹ ചൊല്ലാം. അതിനുശേഷം സൂറത്തുൽ അലയോ സൂറത്തുൽ കാഫോ ഓതുന്നത് സുന്നത്താണ്. അപ്പോൾ 2ാമത്തെ റക്അത്തിലോ? സുജൂദിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീറിന് പുറമെ 5 തക്ബീറുകളാണ് ചൊല്ലേണ്ടത്. ഓരോ തക്ബീറിന്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഗാഷിയയോ സൂറത്തുൽ ഖമറോ ഓതുന്നത് സുന്നത്താണ്. നാളെ ഞാൻ ഇതുപോലെ തന്നെ നിസ്കരിക്കും. ഞാനും. നല്ല മക്കൾ. ഉമ്മ.